ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലൂടിന്റെ പുതിയൊരുവിലേക്ക് സ്വാഗതം. ഗേസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ അധികേറും പേരിപ്പോൾ മിക്ക ആൾക്കാരും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സുഹൃത്തുക്കളാണ്. അങ്ങനെയുള്ളവർക്ക് വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഗേസ് ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഈ 5 കാര്യങ്ങളും ഉപയോഗിച്ച് നിങ്ങൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായ, ഇപ്പോൾ നിങ്ങൾ വീഡിയോ എടുക്കുന്നതിൽ വ്യത്യസ്തമായ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണും ഗേസ്. അപ്പം നമുക്ക് ഒട്ടും സമയം കണ്ട ഇന്നത്തെ വീഡിയോട്ട് പോകുന്നതിന് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോക്ക് താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ അമർത്തണം ഗേസ്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഗേസ് ഒട്ടും സമയം നമുക്ക് ഇന്നത്തോട്ട് പോകാം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഫ്രണ്ട്സ്, ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ബാക്ക് ക്യാമറയുടെയോ അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറയുടെയോ സഹായത്തിലാണ് വീഡിയോ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം അവിടെ ഒരു പൊടിയോ എന്തെങ്കിലും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയാണ് വീഡിയോ ചെയ്യാൻ. അഥവാ പൊടി എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഗൈസ്, ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണിക്കഷ്ണം കൊണ്ട് നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ എന്തൊരു വീഡിയോയും നിങ്ങൾക്ക് നമ്മുടെ ഫ്രണ്ട് ക്യാമറയുടെയോ ബാക്ക് ക്യാമറയുടെയോ ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്. രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റ് ഡയറക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് രണ്ടാമത്തെ ടിപ്സ്. ലൈറ്റ് ഡയറക്ഷൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ലൈറ്റ് വരുന്നത് ആ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നിന്ന് വീഡിയോ ചെയ്താൽ ലൈറ്റ് ഫോണിലേക്ക് ഇങ്ങനെ അടിക്കും ഗൈസ്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ലൈറ്റ് ഡയറക്ഷൻ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം വീഡിയോ ചെയ്യാൻ. ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴേ വീഡിയോക്ക് ഒരു നല്ലൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഗൈസ്. അതാണ് നമ്മളെ രണ്ടാമത്തെ ടിപ്സ്. അടുത്തത് മൂന്നാമത്തെ ടിപ്സ് നോക്കാം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ മൂന്നാമത്തെ ടിപ്സാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഉദാഹരണത്തിന് അടിയിലോട്ട് പിടിച്ചിട്ടോ അല്ലെങ്കിൽ മേലോട്ട് പിടിച്ചിട്ടോ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെ നിങ്ങൾ ശ്രമിക്കാതെ ഫേസ് ടു ഫേസ് ആയിട്ട്, ക്യാമറയുടെ ഫേസ് ടു ഫേസ് ആയി, നേരെ ഫേസ് ടു ഫേസ് ആയി നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇങ്ങനെ ആയാൽ നിങ്ങൾക്ക് ലൈറ്റ് ഡയറക്ഷൻ കറക്റ്റ് ക്ലിയർ ആയി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഭാഗം കറുത്താണ്ടോ അല്ലെങ്കിൽ നീലൊക്കെ ആയിട്ട് കേസ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ലൈറ്റ് ഡയറക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത നാലാമത്തെ ഫ്രണ്ട്സ്, നമ്മുടെ നാലാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബേഴ്സൊക്കെ മിക്ക ആൾക്കാരും വീഡിയോ ചെയ്യുമ്പോൾ വെർട്ടിക്കലായിട്ട് പിടിക്കരുത്. നമ്മൾ ഫോൺ ചെരിച്ചു പിടിക്കണം. വെർട്ടിക്കലായിട്ട് പിടിക്കുകയാണെങ്കിൽ നമ്മൾ ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്യാനാണ് വെർട്ടിക്കലായിട്ട് പിടിക്കല്. അതായത് നമ്മൾ ഫോൺ ഇങ്ങനെ പിടിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ പിടിക്കാതെ നമ്മൾ ചെരിച്ചു പിടിക്കും. ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചെരിച്ചാണ് പിടിക്കല്. എന്നിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഗേസ്, നമ്മൾ വീഡിയോ ചെയ്യുന്നത് ആകെ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊയങ്ങോട്ട് ഗേസ് അച്ചേക്കാവും. പലയിടത്ത് പറഞ്ഞാൽ അച്ചേക്കാവും, അതേ ചേക്ക് ആവുന്നതാണ് ഗേസ്. അപ്പോൾ നമ്മൾ അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാതെ പ്രത്യേകമായി പിടിക്കാതെ മറ്റേക്ക് ഫോൺ ചെരിച്ച് യൂട്യൂബേഴ്സൊക്കെ വീഡിയോ ചെയ്യുക. പിന്നെ ടിക്ടോക്ക് വീഡിയോ ഇടാറിലൊക്കെ നേരെ തന്നെ വൃത്തികളായിട്ട് പിടിച്ച് വീഡിയോ ചെയ്താലും മതി. അപ്പം യൂട്യൂബേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത നമുക്ക് നമ്മുടെ ലാസ്റ്റ് 5ാമത്തെ ടിപ്സ് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ലാസ്റ്റ് 5ാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുക. അങ്ങനെ ആയാൽ നമ്മുടെ വീഡിയോക്ക് നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നതാണ് ഗേസ്. അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ എൻ്റെ ഫോണിപ്പോൾ എന്നെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല, അപ്പം ഫോണിലൊന്നും അധികം ഫോക്കസിങ് ഇല്ല. എന്നാലും എല്ലാ ഫോണുകളും ഉണ്ട്, അല്ലെ കുറച്ചൊക്കെ വിലയുള്ള ഫോണുകളിൽ ഫോക്കസ് ഉണ്ട്. എൻ്റെ ഒരു മൈക്രോമാക്സിൻ്റെ ഫോണാണ്. അപ്പോൾ പിന്നെ ക്യാമറകൾ പ്രത്യേകം വാങ്ങുമ്പോൾ നിങ്ങൾ വെറുതെ ഒരു ക്യാമറ വാങ്ങിയിട്ട് കാര്യമില്ല, ഒരു ഫോക്കസ് ചെയ്യുന്ന നല്ല രീതിയിലുള്ള ക്യാമറ വാങ്ങുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെയാണ് തിരിഞ്ഞിരിക്കുന്നത്, വേറെ എന്തെങ്കിലും ഫോക്കസ് ചെയ്യും. അങ്ങനത്തെ ക്യാമറകളല്ല, നമ്മൾ മനുഷ്യന്മാർ മാത്രം ഫോക്കസ് ചെയ്യുന്ന ക്യാമറകൾ ഇപ്പോൾ അവൈലബിൾ ആണ് കേസ്. അങ്ങനത്തെ ക്യാമറകൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ വാങ്ങട്ടോ. വാങ്ങുമ്പോൾ അങ്ങനത്തെ തന്നെ വാങ്ങണം. പിന്നെ 5ാമത്തെ ടിപ്സ് ഇപ്പോൾ ഇതാണ്, നമ്മളെ ഫോക്കസ് ചെയ്തുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചാൽ ആ വീഡിയോക്ക് നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നതാണ്. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുന്ന ബെല്ലേക്ക് ഒന്ന് അമർത്തുക. അപ്പോൾ അടുത്തൊരു ടെക്നോളജി കൂടിയാണ്. ബൈ.